ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഷീൻസ് ക്രിസി ക്രേവിങ്സിലേക്ക് സ്വാഗതം. ഇത് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ബ്രൗണിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രൗണി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ നട്ട്സോ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ബ്രൗണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എല്ലാം കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ 1/4 കപ്പ് അളവിൽ ബട്ടറും 1/2 കപ്പ് അളവിൽ ചോക്ലേറ്റുമാണ് എടുത്തിരിക്കുന്നത്. നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്തേക്കാം. ഡയറക്റ്റ് വെള്ളത്തിലേക്ക് കൊടുക്കാതെ നമ്മൾ വേറൊരു പാത്രം വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. ഞാനിവിടെ ഓവനിലൊരു 30 സെക്കൻഡ് വെച്ചിട്ടാണ് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് അതിൻ്റെ കട്ടയെല്ലാം ഒന്ന് ലൂസാക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ലൂസാക്കി വെച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 3 മുട്ടയാണ്. അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ വനില എസൻസ്, പിന്നെ വേണ്ടത് 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, ഡാർക്ക് കൊക്കോ പൗഡറാണ് വേണ്ടത്. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മുട്ട ഒന്ന് പൊട്ടിച്ചെടുക്കാം. മുട്ട തണുത്ത മുട്ടയല്ല എടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തണുപ്പൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബൗളിലേക്ക് ഓരോ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ബീറ്റർ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ പൗഡേർഡ് ഷുഗർ അല്ല യൂസ് ചെയ്യുന്നത്, പൊടിച്ച പഞ്ചസാര അല്ല, തരിതരിയായിട്ടുള്ള നോർമൽ പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്നിച്ചിട്ട് ബീറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ കുറേശ്ശെയാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് പീക്ക് ഫോമിലൊന്നും നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി ഒന്നും വേണ്ട. നമ്മളിതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കാണുമ്പോൾ അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മൈദയും കൊക്കോ പൗഡറും കൂടെ ഒന്ന് ഒരു അരിപ്പയിൽ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം. 1/2 കപ്പ് മൈദ, 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡർ, ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കളറ് നമുക്ക് നന്നായിട്ട് കിട്ടും. ബ്രൗണിക്ക് കുറച്ച് ഡാർക്ക് ഒരു കളർ കുറച്ച് കൂടുതലാണല്ലോ, അപ്പോൾ നമുക്ക് ഡാർക്ക് കൊക്കോ പൗഡർ എടുക്കണം. അപ്പോൾ അരിപ്പ് വഴിയാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് മിക്സായി കിട്ടുകയും ചെയ്യും. ഞാനിവിടെ സ്പാച്ചുല വെച്ചിട്ടാണ് ഇതിൻ്റെ കട്ടയെല്ലാം ഒന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ബീറ്റർ വെച്ചായാലും അതുപോലെ തന്നെ വിക്സ് വെച്ചായാലും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്ത് അതിൽ കട്ടയെല്ലാം ഒന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം നമുക്ക് മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ബട്ടറും അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ കൂടെയുള്ള ആ ഒരു ബാറ്റർ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ സ്പാച്ചുല വേണം നിർബന്ധമില്ല. ബീറ്റർ ആണെങ്കിലും വിസ്ക് ആണെങ്കിലും മതി. ഞാനിങ്ങനെ ചെയ്യുന്നതേ ഉള്ളേ. ഇനി നമുക്കിത് മോൾഡിലേക്ക് മാറ്റാം. മോൾഡ് ഞാനിവിടെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പറിൽ നെയ്യ് തടവി ഒന്ന് വെച്ചിട്ടുണ്ട്. നെയ്യോ ഓയിലോ എന്തെങ്കിലും മതിയാവും. നന്നായിട്ടൊന്ന് അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് മോൾഡിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ഗീ തടവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ അടുപ്പിൽ ഞാൻ പാനൊന്ന് ചൂടാക്കാൻ വെച്ചിരുന്നു. ഓവൻ പ്രീഹീറ്റ് ചെയ്യുന്ന പോലെ തന്നെ പാനും നമ്മളൊന്ന് പ്രീഹീറ്റ് ചെയ്ത് ചൂടാക്കി എടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ മോൾഡിലേക്ക് ഇനിയൊന്ന് ഇത് ഒഴിച്ചു കൊടുക്കാം. അതിനിടയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഒരു 5-6 എണ്ണം ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് ഇല്ലെങ്കിൽ നട്ട്സ് ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ മുകളിലും അതിന് ഇടയ്ക്കുമൊക്കെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി വെക്കാവുന്നതാണ്. ഞാനിവിടെ ഒന്നും ചേർക്കുന്നതിന് വളരെ സിമ്പിളായിട്ടൊന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഹോളൊന്ന് അടച്ചു കൊടുക്കുകയാണ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട്. ഹോളുണ്ടെങ്കിൽ ഇത് വെളിയിലേക്ക് വെള്ളമൊക്കെ അങ്ങ് അകത്തോട്ട് ഇറങ്ങും. അപ്പോൾ എല്ലാം ഒരു 40 മിനിറ്റ് മതിയാവും. ചെറിയ തീയിൽ മീഡിയം ഫ്ലെയിമിലാണ് തീ കൊടുത്തത്. ഒരുപാടങ്ങ് തീ കൂട്ടി കൊടുക്കല്ലേ. ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരുപാട് തീ കൂട്ടി കൊടുക്കുകയില്ല. ഇത് വെച്ചതിന് ശേഷം
അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കേണ്ടത്, ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത് നോക്കുക. അടുപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രൗണിയാണിത്. വളരെ പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, കരിഞ്ഞും പോയിട്ടില്ല. തീ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതിയാവും. ഒരുപാട് തീ കൂടാതെ നമ്മൾ ശ്രദ്ധിക്കുക, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ബ്രൗണി എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.